ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വേണമെന്ന് വെച്ചിട്ട് എല്ലാ എപ്പിസോഡൊക്കെ പെൻഡിങ് ആക്കുന്നത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സിയൻ തന്നും കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ എന്തോ ഒന്ന് മറന്നെന്ന്. എൻ്റെ എന്തോ ഒരു സാധനം മിസ്സായി, ഞാൻ പോയി നോക്കട്ടെ, നീ എന്തായാലും കാറിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞിട്ടാണ് തന്നെ അവിടെ നിന്ന് പോകുന്നത്. തന്നെ പോയതിന് ശേഷം നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്കാവുകയാണ്. അവൻ്റെ അടുത്തേക്കെന്നുണ്ടെങ്കിൽ ടോങ്ങും പോയും കൂടി വന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് മറുപടി പറയണം. നിന്റെ കാലിന് ശരിക്കും എന്താ സംഭവിച്ചത്? അത് കാറ് തന്നെ തട്ടിയതാണോ? നിനക്ക് സ്പ്രൈറ്റിനും എന്തോ തമ്മിലുള്ള ബന്ധം? മര്യാദയ്ക്ക് പറഞ്ഞോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിയ എന്നുണ്ടെങ്കിൽ അകപ്പാടിട്ട് ഉപദ്രവിക്കുകയാണ്. പാവം നമ്മുടെ സിയ എന്നുണ്ടെങ്കിൽ നിലത്ത് കിടന്ന് ഭയങ്കരമായിട്ട് അടി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടോണ്ടാണ് അവിടേക്ക് നമ്മുടെ തന്നെ വരുന്നത്. തന്നെ വന്ന പാടെ തന്നെ ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇവന്മാർ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ സിയ എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് സ്പ്രൈറ്റിന് ഇവന്മാരെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നല്ലേ, നിങ്ങൾ എൻ്റെ അടുത്ത് മനഃപൂർവ്വം പറയാറുണ്ടായിരുന്നു ചോദിച്ചുകൊണ്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം സി കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ സാൽമോനോടാണ്. അവനെ മുമ്പ് ഉപദ്രവിച്ച ആൾക്കാരെ അവൻ കണ്ടുപിടിച്ചെന്നും അവരിപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റിയിലാണെന്നും അവനിപ്പോൾ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ സാൽമോണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. നിന്നെ അവർ ശരിക്കും ഉപദ്രവിച്ചോ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ശരി തന്നെ നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആദ്യമേ കുടുങ്ങും. നമ്മളാണെന്നുണ്ടെങ്കിൽ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അതൊന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അടുത്തിരുന്ന് കേൾക്കുന്ന നമ്മൾ തന്നാന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്പ്രൈറ്റിൻ്റെ അടുത്ത് പോയിച്ചൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെന്നൊക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അതാണ് നല്ലത്. ഇപ്പം നമ്മൾ സ്പ്രൈറ്റിൻ്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിച്ച് രണ്ടുപേരും പരസ്പരം തമ്മിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇടി കൊണ്ട് ചാവും, അതിലൊരു മാറ്റവും ഇല്ല. അതേസമയം ഇവിടെ ഡേറ്റിങ്ങിന് പോയവർ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നത് സ്പ്രൈറ്റിന് ഇഷ്ടപ്പെടുന്നില്ല, സ്പ്രൈറ്റിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫസ്റ്റിനും ഇഷ്ടപ്പെടുന്നില്ല. സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളും വെജിറ്റബിൾസ് ആണ്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, എനിക്ക് വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫസ്റ്റിനോട് സംസാരിച്ചിരിക്കുമ്പോൾ തൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. സി അവനെ അടിച്ചവരെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനായിട്ട് ഫോണും നോക്കിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റിൻ്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ സ്പ്രൈറ്റ് അവിടെ നിന്ന് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓൾറെഡി നമ്മളെ ഫസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടല്ലോ സാൽമോൻ്റെയും സ്പ്രൈറ്റിൻ്റെയും കാര്യത്തിൽ. അവൻ മുമ്പത്തെ സാൽമോൻ്റെയും സ്പ്രൈറ്റിൻ്റെ ആ ഒരു മാല ഇട്ട് കൊടുക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വ്യൂസ് കൂടുതലാണ്. സെയിൻ്റെ അമ്മ ഇവിടെ സ്പ്രൈറ്റ് തന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് സി ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ പറയുന്നത് ടോങ്ങും പോയും കൂടി ചേർന്നിട്ട് അവനെ അടിച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ്റെ കാലിനെ പറ്റിയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവനെ അറിഞ്ഞത്. സി ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ്. നീ അവനെ വിളിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം, എന്തായാലും നീ ഈ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ അതൊരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ കോള് കട്ട് ചെയ്തത്. കോള് കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എസ്സിൻ്റെ മാല കാണുവാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ ഫസ്റ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാതെ സ്പ്രൈറ്റിനെ നോക്കി ഇരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ സ്പ്രൈറ്റ് വരുന്നത് അവൻ മുമ്പ് കണ്ട ആ ഒരു മാലയായിട്ടാണ്. വന്നിട്ട് അത് നമ്മുടെ ഫസ്റ്റിന് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇതെന്തിനാ എനിക്ക് വാങ്ങിച്ചു തന്നെന്നാണ് ചോദിക്കുന്നത്. ഇത് കണ്ടപ്പോഴേ പ്രിറ്റിയായിട്ട് തോന്നി, നിനക്കിത് ചേരും അതുകൊണ്ടാണ് അത് വാങ്ങിച്ചതെന്ന് നമ്മൾ സ്പ്രൈറ്റ് പറയുമ്പോൾ ഓ അപ്പോൾ പിന്നെ ഇത് ആർക്ക് ചേർന്നാലും നീ വാങ്ങിച്ചു കൊടുക്കുമോ, നീ ഇത് എത്ര പേർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ഫസ്റ്റ് ചോദിക്കുമ്പോഴേ ഇല്ല ഞാനങ്ങനെ ആർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ സ്പ്രൈറ്റിൻ്റെ മറുപടി. ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, നിനക്ക് സാൽമോൻ്റെ ഇടയ്ക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഞാൻ നിന്നോട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ എനിക്ക് അവളോട് ഫീലിങ്സ് ഒന്നും ഇല്ലയെന്ന്, പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ സ്പ്രൈറ്റ് പറയുമ്പോൾ ഫസ്റ്റ് എടുത്ത് കാണിക്കുന്നത് സാൽമോൻ്റെയും അവൻ്റെയും പറ്റിയിട്ടുള്ള ആ ഒരു പോസ്റ്റില്ലേ, ആ ഒരു പോസ്റ്റാണ്. നീ ഇതുവരെ ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അതിനുള്ള കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിനകത്തോട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് മതിയല്ലോ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കയറി പിടിക്കുവാണ്. ആരേതെന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം നീ ഇതിന് മറുപടി താ, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഇല്ലേ അതാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നീക്കി വെക്കുന്നുണ്ട്. ഫസ്റ്റിൻ്റെ ദേഷ്യം മാറ്റാൻ വേണ്ടി സ്പ്രൈറ്റ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും അവിടെ വില പോകുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്ന പ്രാക്ടീസാണ്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അനിയത്തിയായിട്ടുള്ള നാംകിൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. അവൾ പറയുന്നത് അവൾക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ കാണണം, അവൾ അവിടേക്ക് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇത് കേട്ട അവിടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഇവിടേക്ക് വരുന്നത് എന്നെ കാണാനാണോ അത് വേറെ ആരെങ്കിലും കാണാനാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാനായിട്ടാണ്, നീ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല, അച്ഛനിപ്പോൾ വീട്ടിൽ വരുന്നില്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഞാൻ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നാംകിനും അവളുടെ കൂടെ അവൾ
അവരുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. രണ്ടുപേരും വന്ന പാടെ തന്നെ നമ്മുടെ സി എന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിളിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വന്ന പാടെ തന്നെ നമുക്ക് വെച്ച് സംസാരിക്കാതെ പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ കൂടെ വന്ന ഈ ഒരു പെണ്ണില്ലേ, ഇവളാണ് കേട്ടോ. അന്നാന്നുണ്ടെങ്കിൽ നമ്മുടെ സാൽമോണ് നമ്മുടെ സ്പ്രൈറ്റിന് മാല ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അതെടുത്തത് ഇവളായിരുന്നു. അതേസമയം സാൽമോൺ വന്നിട്ട് സ്പ്രൈറ്റിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്ന പാടെ തന്നെ സാൽമോൺ എന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിന് വഴക്ക് പറയാണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് മാത്രം പറയായിരുന്നത്? അവനെ നോക്കി അവന് പിന്നെ അടി കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്, പക്ഷെ നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എവിഡൻസ് ഇല്ല. എവിഡൻസ് ഉണ്ടെങ്കിലല്ലേ അവരാണ് കുറ്റക്കാരൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പ്ലീസ് നീ ഒന്ന് സി അടുത്തൊന്ന് സംസാരിക്കുമോ? എനിക്ക് കുറച്ച് ദിവസം കൂടി ടൈം തരാനേ. എനിക്ക് ഇപ്പോഴേ ഇവിടെ നിന്നൊന്നും പോകണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ സാൽമോണാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? എനിക്ക് സി എടുത്ത് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അഥവാ സംസാരിച്ചത് ശരി തന്നെ, അവൻ സമ്മതിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സിയുടെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൽമോണിന് കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടത്തിനെ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ സാൽമോണിൻ്റെ അടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റൂ, ഞാൻ ആകെപ്പാട് ടയേർഡായി, എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് മടിച്ചിട്ട് അത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു സ്പ്രൈറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇത് ഞാനാ സംസാരിക്കുന്നത്, സ്പ്രൈറ്റ് ആണെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ സീക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണല്ലേ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്? നീ കാരണമാണല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. നിനക്ക് ഇതെങ്ങനെ എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സോറി, ഞാൻ അതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. പ്ലീസ് നീ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈം തരുമോ? ഇതേക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തിന് എനിക്ക് പിന്നെ അടി വാങ്ങിച്ചു തരാനോ? ഇതേക്ക് നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അടിയൊന്നും വാങ്ങിച്ചു തരാമെന്നല്ല. പ്ലീസ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതേക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും പറഞ്ഞോളാൻ പറയുമ്പോഴേ അത് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഇവരങ്ങ് തുറന്നടിച്ചൊക്കെ പറയണേ. ഇതേക്കുന്ന സാൽമോണും സി അകപ്പാട് ഷോക്കായിട്ട് നിൽക്കുകയാണ്, ഇവന് എന്തോ പറഞ്ഞെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ ഒരുപാട് ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നീ എനിക്ക് തന്നാൽ മതി ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. പ്ലീസ് നീ അതെങ്കിലും ചെയ്യത്തില്ലേ? എനിക്ക് അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പ്ലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് അവനാന്നുണ്ടെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട്. സാൽമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ നാംകിനെ ഫസ്റ്റിനെയാണ്. റൂമിലേക്ക് വന്ന പാടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നാംകിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ. അന്നേരം അവൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം സിയെ പറ്റിയിട്ടാണ്. സിക്കും സാൽമോണിൻ്റെ ഇടയിൽ എന്താ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് അവന് ഇഷ്ടമാണെന്ന്. അതിന് ഇവളാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്, അത് ചേട്ടൻ അറിയാത്ത കാര്യമില്ലെന്ന് ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നീ വെറുതെ അവന് ഇഷ്ടപ്പെടാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീയും അവനും തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവള് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്കല്ല വല്ല വട്ടുമല്ലോ ഉണ്ടോ? ഞാനും അവനും തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്നൊക്കെ പറയുമ്പോഴേ ഇവളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷേ ഈ അടുത്തിടെയായിട്ട് നന്നായിട്ട് തന്നെ ഇടപഴകുന്നുണ്ടല്ലോ, അതുമാത്രമല്ല നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ ചുമ്മാ സംസാരിക്കാൻ നിന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കില്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, സാൽമോനെ സ്പ്രൈറ്റിനെയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്ന പോസ്റ്റ്, അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാനും സാൽമോണും പരസ്പരം ഹഗ് ചെയ്യുകയല്ലായിരുന്നു, എനിക്കാണെന്നുണ്ടെങ്കിൽ മാല ഇടാൻ വേണ്ടിയിട്ട് സാൽമോൻ സഹായിച്ചു തന്നെയാണ്, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ നോക്കിയിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ സ്പ്രൈറ്റ് വരുന്നുണ്ട്. സ്പ്രൈറ്റ് വന്ന പാടെ തന്നെ ഇവന്മാരെല്ലാം എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് നിങ്ങളെന്തോ ഗെയ്സ് നോക്കുന്നത്, ഗെയ്സ് എന്നെയും കൂടി ഒന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവൻ അപ്പോഴേ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേപ്പോൾ ഉള്ളത്. മോനെ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും അവിടേക്ക് തന്നെ കോച്ച് വരുന്നുണ്ട്. കോച്ച് വന്ന പാടെ തന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കല്ലേ, വന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്ക്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് വരാൻ വേണ്ടി പോകണേ, എല്ലാവരും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രൈറ്റിനെ സിയാന്ന് വിചാരിച്ചിട്ട് കോച്ചാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വിളിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ തന്നെ വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവനെന്നുണ്ടെങ്കിൽ ഓക്കെ കോച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. കോച്ചിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പോയി പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. ഇവനിങ്ങനെ കാണിച്ചിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് പന്ത് വന്ന് വീണിട്ട് ഇവൻ്റെ വിരലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആവുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഇത് എവിടെ നോക്കി എന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്,
ഇങ്ങനെ ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടി പാടില്ല. ഇപ്പം കണ്ടില്ലേ കൈ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ട്രാക്ട് ആവാൻ കാരണക്കാരൻ നീയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതുവരെ സംസാരിക്കുക പോലും ചെയ്തില്ല. ശരിക്കും നിനക്ക് ജലസ് ആവുന്നുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആർക്ക് ജലസായി? എനിക്ക് ജലസായോ? എനിക്കൊന്നും ജലസായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഫസ്റ്റാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ചിട്ട് തിരിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ സ്പ്രൈറ്റ് പറയുമ്പോൾ ലോക്കർ റൂമിലേക്ക് വാ, നിനക്ക് ഞാൻ മരുന്ന് വെച്ചരാന്ന് ഫാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ലോക്കർ റൂമിലേക്ക് ചെല്ലുവാണ്. ചെന്ന പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഐസ് പാക്ക് വെക്കുന്ന കാണുമ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നേക്ക് ഞാൻ വെച്ചരാന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ച് ഐസ് പാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് എത്ര ടൈം എടുക്കും മാറാനെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഡെയിലി വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ജെല്ലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോഴേ അതൊന്നും വേണ്ട, നമുക്ക് റൂമിൽ പോയി ചെന്ന് ജെല്ലെടുക്കാം, റൂമിലാകുമ്പോൾ അതാ നല്ല ജെല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്കും നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് നീ എന്തിനാ പരിയെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജെല്ലെന്ന് പറയുന്നത് അത്ര കോൾഡല്ല, റൂമിലിരിക്കുന്ന ജെല്ലാന്നുണ്ടെങ്കിൽ കോൾഡാണ്, അത് കയ്യിലിടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് നീ എന്തോ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷനായിട്ട് ഞാനെന്താ ഉദ്ദേശിച്ചത്, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, നീ ഉദ്ദേശിച്ച കാര്യം തന്നെ ഞാനും ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചോദിക്കുന്നുണ്ട് നീ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ നിന്നെ കെയർ ചെയ്തില്ല, എനിക്ക് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല നിൻ്റെ മനസ്സ് പറയുന്നത് എനിക്കറിയാം, നീ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റിനെ കൈ പിടിച്ചിട്ട് നിനക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് ഹിസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സിയാണ്. സിയാന്നുണ്ടെങ്കിൽ പണ്ട് ഇവർ കുട്ടിക്കാലത്ത് ഇങ്ങനെ പസിലൊക്കെ കളിക്കുമായിരുന്നല്ലോ, അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പസിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതെല്ലാം താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ സിക്കാന്നുണ്ടെങ്കിൽ വിഷമം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ട്വിൻസ് അല്ലേ, വിഷമം വരാതിരിക്കത്തില്ലല്ലോ. അന്നേരം അവനാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രൈറ്റിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഓക്കെ നീ പറഞ്ഞ പോലെ തന്നെ ഞാനെല്ലാം സമ്മതിക്കുന്നുണ്ട്, നിനക്ക് ആഴ്ച ഒരു ദിവസമല്ല കുറച്ചധികം ദിവസമായാലും നിനക്ക് അവിടേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, ഞാൻ സമ്മതിച്ചു. അതിനൊരു കാരണമുണ്ട്, എനിക്ക് ടോയ്ക്കും ബോങ്ങിനും എതിരായിട്ട് കുറച്ച് എവിഡൻസ് കളക്ട് ചെയ്യണം, അതിനുശേഷം എനിക്ക് അവരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിയാന്നിൻ്റെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം പ്രാക്ടീസിന് വരുന്നത് നമ്മുടെ സിയാണ്. സിയാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ യുമ്മരാന്നുണ്ടെങ്കിൽ നീ സൂപ്പറായിട്ട് തന്നെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് മാത്രം ആകെപ്പാട് വിഷമിച്ച് നിൽക്കുകയാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ അതിപ്പോഴും സ്പ്രൈറ്റ് ആണല്ലോ, പക്ഷേ നിൽക്കുന്നത് സിയാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആയിരുന്നെങ്കിൽ അതിന് സാധനത്ത് അവൻ എപ്പോഴും തിരിഞ്ഞ് നമ്മുടെ ഫസ്റ്റിനെ നോക്കി ചിരിക്കുമായിരുന്നു. ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ഒരിക്കൽ പോലും തിരിഞ്ഞ് നോക്കുന്നില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. ഇവരിങ്ങനെ നമ്മുടെ സിയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പന്ത് വരുന്നുണ്ട്. ഇവന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ഫസ്റ്റ് നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം നിന്റെ മുഖത്ത് പന്ത് കൊള്ളത്തില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും നോക്കുന്ന പോലുമില്ല. അപ്പോഴും നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമം വരുവാണ്. സ്പ്രൈറ്റ് കൊണ്ട് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. തന്നെ സാമിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാണ്ട് വന്നേക്കാണ്. തന്നാന്നുണ്ടെങ്കിൽ സാമിൻ്റെ അടുത്ത് നീ കുഴഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ കുഴഞ്ഞു പോയി, ഞങ്ങൾ മുമ്പത്തെ മാച്ച് തോറ്റുപോയില്ലേ, അന്ന് മുതൽ ഞങ്ങൾ റെസ്റ്റ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുഴഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ കുഴഞ്ഞെങ്കിൽ നീ ഒരുപാട് ഫുഡ് കഴിക്കണം ഇതൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മീല് എൻ്റെ വകയാണ്, അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ഓർഡർ ചെയ്തോട്ടെ എന്ന് നമ്മുടെ സാമൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് എത്ര വേണമെങ്കിലോ അത്ര വേണമെങ്കിൽ നീ ഓർഡർ ചെയ്തോ, എത്രയാണെന്ന് വെച്ചാൽ നീ കഴിച്ചോളാൻ നമ്മുടെ തന്നും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പോൾ സിയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാം പറയുന്നത് സിയുടെ സ്വഭാവം ഇപ്പോൾ കുറച്ച് വിയേർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവനിപ്പോഴാണെന്നുണ്ടെങ്കിൽ ആരുടെ അങ്ങനെ അധികം സംസാരിക്കുന്നില്ല, എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കത്തില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ വീടെന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്തെങ്കിലും നോർമലി സംസാരിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ അവൻ്റെ അടുത്ത് പോലും സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ തന്നാന്നുണ്ടെങ്കിൽ നീ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണല്ലേ, ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ട, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ എടുത്തിട്ട് നേരെ നമ്മൾ സാമിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സാമാന്നുണ്ടെങ്കിൽ തിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവരെപ്പോഴാണോ സെറ്റായത്, നീ സെറ്റായി കാണത്തില്ലേ ഗൈസ്, എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം പ്രാക്ടീസ് നടക്കുന്നിടത്തേക്ക് ദാ വരുന്ന നമ്മുടെ സ്പ്രൈറ്റ്. ആ ഒരു വരക്കം കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ സ്പ്രൈറ്റാണ്. വന്ന പാടത്തിനെ എല്ലായിടത്തും മിണ്ടിയും പറഞ്ഞാണ് വരുന്നത്. വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബോൾ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ബോൾ എടുത്തിട്ട് ഫസ്റ്റ് നേരത്തെ നീട്ടുമ്പോൾ അവന് ഭയങ്കര ദേഷ്യമില്ലേ, അത് കാരണം അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ വാങ്ങിക്കാതെ അവിടെ നിന്ന് പോവാണ്.
പിന്നെ ഇവൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും വരുന്നില്ല. അപ്പോഴേക്കും എവിടേക്കാണെന്നുണ്ടെങ്കിൽ സാം വരുന്നുണ്ട്. സാമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ കൈയടിക്കൊണ്ടിരിക്കുകയാണ് വാഷ്റൂമിൽ. അവിടേക്ക് ടോങ്ങും പോയി വരുന്നുണ്ട്. ഇവന്മാർ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടോങ്ങാന്നുണ്ടെങ്കിൽ ബോയുടെ അടുത്ത്, പോയി നിനക്ക് ഉറപ്പല്ലേ നമ്മൾ അന്ന് ചെയ്തതിൽ യാതൊരു തരത്തിലുള്ള എവിഡൻസ് ഒന്നും ഇല്ലാന്ന്. ഇതേക്ക് നമ്മൾ പോയാന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവരവനെ അടിച്ചിട്ടുള്ള യാതൊരുവിധ സാധനങ്ങളും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവിടെയുള്ള CCTV ക്യാമറ ഒന്നും വർക്ക് ആവത്തില്ല എന്നാണ്. അതേപോലെ തന്നെ നീ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ബോയ് പറയുമ്പോഴേ ടോങ്ങാന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. ആ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആകെപ്പാട് പ്രശ്നമാവെന്ന് പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ബാത്റൂമായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുവാണ്. ലാസ്റ്റ് ഒരു ബാത്റൂം തുറന്നു നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കോച്ചിൻ്റെ അടുത്ത് കോൾ വരികയാണ്. നിങ്ങളിത് എവിടെ പയക്കുന്നത്? എനിക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് അപ്പം തന്നെ സ്ഥലം വിടുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് ആ ലാസ്റ്റ് ബാത്റൂമിൽ നമ്മുടെ സി ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ സ്പ്രൈറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇന്നലെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരായിരുന്നേന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിന്ന് അവൻ ഇങ്ങനെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമം വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ബോളാണെന്നുണ്ടെങ്കിൽ താഴേക്ക് തട്ടിയിട്ടിട്ട് പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കാണാൻ നമ്മൾ സീക്കാന്നുണ്ടെങ്കിൽ മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല. അവനറിയാലോ സ്പ്രൈറ്റും ഇവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അല്ലായിരുന്നുണ്ടെങ്കിൽ അവൻ്റെ വായിരിക്കുന്ന മൊത്തം കേട്ട് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ്. നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. പാവല്ലേ നമ്മുടെ ഫസ്റ്റിൻ്റെ അവസ്ഥ. അങ്ങനെ ഫൈനലി ഇവർക്ക് മാച്ച് കിടക്കുന്ന ആ ഒരു ഡേ വരുവാണ്. കോയാന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ നിന്ന് കൈ അഴിക്കൊടുക്കുകയാണ്. അവൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യൻ വന്ന് നിന്ന് കൈ എഴുതുന്നുണ്ട്. ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു പാക്കറ്റ് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എടുക്കുന്നുണ്ട്. കോയാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളത്തിനകത്തിട്ട് അത് കലക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ സിക്ക് കൊടുത്ത വെള്ളത്തിനകത്ത് അവൻ എന്തോ ഒന്ന് കലക്കിയിട്ടുണ്ട്. നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. അവൻ കുടിക്കുന്നുണ്ടോ എന്തോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അവൻ്റെ ബോട്ടിലുള്ള വെള്ളം പകുതിയായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നാംകിങ്ങും അവളുടെ ഫ്രണ്ട്സ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടേക്കും സിയെ കാണുന്നില്ല. സി ഇത് എവിടെ പോയെന്ന് നോക്കുമ്പോൾ സി ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട്. അവൻ ചിലപ്പം ബാത്റൂമിൽ പോയതായിരിക്കും എന്ന് കരുതിയിട്ട് ഇവന്മാരെന്നുണ്ടെങ്കിൽ മാച്ച് തുടങ്ങുന്നതിന് ആദ്യം ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് കരാട്ടെ മാച്ചാണ്. അവർക്ക് മാച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ കോച്ച് ഇറങ്ങി വന്നിട്ട് സ്പ്രൈറ്റ് നീ ഓക്കെ അല്ലേ, ഫസ്റ്റ് നീയാണ് കയറാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ വോളിബോൾ കളിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ എന്തോ ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. കാരണം അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ഇല്ല. കോച്ചാണെന്നുണ്ടെങ്കിൽ സാൻമോൻ്റെ അടുത്ത് പറയുന്നുണ്ട് സി വിളിക്കുന്നു. സാൻമോൻ വിളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോച്ചാണെന്നുണ്ടെങ്കിൽ കൊടുത്ത് ഒരു കാര്യം ചെയ്യും, നീ തന്നെ കളിക്കാൻ ഇറങ്ങാൻ പറയുന്നുണ്ട്. നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, അപ്പോൾ അവന് കളിക്കാൻ കിട്ടുന്ന ചാൻസ് അവൻ മിസ്സാക്കത്തില്ലല്ലോ. അത് മാത്രമല്ല അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ഇവനിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ഓടി വരുന്നുണ്ട്. അവൻ്റെ ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ അറിയാം അത് നമ്മുടെ സ്പ്രൈറ്റ് ആണ്. ഇവനെ കണ്ടപാടെ തന്നെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ഓടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് മാറുവാണ്. ഈ ഒരു ചിരി കണ്ടിട്ടാണല്ലോ ഞാനത് സ്പ്രൈറ്റ് ആണെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.